പലർക്കും ഇപ്പോഴും പ്രശ്നമുള്ളൊരു കാര്യമാണ് സ്ലിറ്റ് അടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചുരിദാർ ഇത്രയും, അതായത് ഈ ഷേപ്പിൽ അടിച്ചു, സ്ലിറ്റ് അടിക്കേണ്ടത് എവിടാണോ ഇവിടാണ് നമ്മളുടെ ആ പോയിന്റ്, അവിടം വരെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം വണ്ണമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞു പോകും. അപ്പോൾ ഏതാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ ആദ്യം ഈ പീസ്, അതായത് ഇവിടുത്തെ പോയിന്റ്, ഈ പോയിന്റ് കണ്ടല്ലോ, ഈ പോയിന്റിനെ കറക്റ്റ് ചെയ്തിങ്ങനെ മടക്കുക. കണ്ടോ? മടക്കിയതിന് ശേഷം താഴെ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും വരുന്നത്. കാരണം നമുക്ക് ബോട്ടം റൗണ്ട് കൂടുതൽ വേണം. കാരണം ഇവിടുത്തെ അളവും ബോട്ടം റൗണ്ടിന്റെ അളവും നമുക്ക് കറക്റ്റ് അല്ല. ബോട്ടം റൗണ്ട് കൂടുതൽ വേണം, ഇവിടെ കുറവുമാണ്. അത് കാരണം നമ്മൾ ഇതിനെ കണ്ടോ മടക്കിയേക്കുന്നത്, ഇങ്ങനെ മടക്കിയെടുക്കുക. കണ്ടോ? ഇങ്ങനെ മടക്കുക. അതായത് ഈ പോയിന്റ് ആണ് നമുക്ക് കറക്റ്റ് പോയിന്റ്. അതാണ് ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ കണ്ടോ മടക്കി വെച്ചേക്കണം. നോക്കിക്കേ, ഇങ്ങനെയാണ് ഞാൻ മടക്കിയേക്കണത്. കാണാമല്ലോ, കണ്ടോ? അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ കറക്റ്റ് പോയിന്റ് വരുന്നത് കേട്ടോ. ഈ പോയിന്റ് ആണ് നോക്കേണ്ടത്. അതിനുശേഷം ഇതിനെ നമ്മൾ ഉള്ളോട്ട് ഇങ്ങനെ മടക്കുക. കണ്ടോ? മടക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് തുടക്കക്കാർക്കൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ ആദ്യം നമ്മളിങ്ങനെ മടക്കിയിട്ട് ഓരോ പിന്നിങ്ങനെ കുത്തി കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇതിവിടെ അതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതും അതുപോലെ തന്നെ. അപ്പം നമ്മൾ മോളിൽ നിന്ന് കൂടുതൽ വന്നിട്ട് താഴെ കുറവായിട്ടാണ് എടുത്തേക്കണത്. കണ്ടോ? അപ്പോൾ വളയാതെ നിങ്ങൾ ഇങ്ങനെ പിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കും. കണ്ടോ? ഒരു സൈഡ് നമ്മൾ നോക്കിയേ, ഇത് കറക്റ്റായിട്ട് വന്നില്ലേ? നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കുകയാണ്. കണ്ടോ? ഇനി അടുത്തത് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും പിൻ ചെയ്യണം. ഈ സൈഡും പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ആണ് കറക്റ്റ് വരേണ്ട. ഈ പോയിന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ആ പോയിന്റ് കറക്റ്റ് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് കുറവാണ് വരുന്നത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും വീതി വരുന്നെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ കളയാം. അതല്ല ഈ വീതിക്ക് തന്നെ വെച്ച് അടിക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങൾ മടക്കി പോവുക. തുടക്കമാവുമ്പോൾ ഇവിടെ തന്നെ മടക്കി തന്നെ പോകണം കേട്ടോ. കണ്ടോ? നിങ്ങൾക്ക് തോന്നും ഇത് എനിക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പമല്ലെന്ന്. നിങ്ങൾക്കും വളരെ എളുപ്പമാണ്. ക്ഷമ വേണം. സ്റ്റിച്ചിങ്ങിന് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ഇതിന്റെ പുറത്തൂടെ നമുക്ക് തയ്ച്ച് നോക്കാം. ഓക്കെ, ഈ പിൻ ചെയ്ത വശം ഇങ്ങനെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് ഓരോ പിന്നും ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കുക. വലിച്ചു പിടിക്കാൻ പാടില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണ്. ബോട്ടം റൗണ്ട് കൂടുതലാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ വരുമ്പോൾ ആ പോയിന്റാണ്
ആ പോയിന്റ് വരുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ ആക്കി കണ്ടോ തിരിച്ചെടുക്കുക. തിരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ച് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കുന്ന കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. എന്നിട്ട് ഇത് സ്ക്വയറായിട്ട് അടിച്ച് പതുക്കെ കറക്കി, നിങ്ങൾക്ക് സ്പീഡിന് അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ കറക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് അടിക്കുക. സൂപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സ്ലിറ്റ് അടിക്കാൻ എല്ലാവർക്കും എത്ര ചുരിദാർ തയ്ക്കാൻ അറിയാവുന്ന മിക്കവർക്കും പ്രശ്നം സ്ലിറ്റ് അടിക്കലാണ്. വളഞ്ഞു പോകണം, തിരിഞ്ഞു പോകണം. നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ട് പിൻ ചെയ്താലും സുഖമാണ്. നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ചെയ്യുക. ഓക്കെ, സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞു കണ്ടോ. ഒരു വളവോ തിരിവോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് അടിച്ചിട്ടുണ്ട്.